ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ തന്നെ വീണ്ടും അടുക്കള പണികളുമായി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് ആണ്. അങ്ങനെ രാവിലെ ഞാൻ വെളിയിൽ കഞ്ഞിക്കൊക്കെ അടുപ്പിലിട്ടതിന് ശേഷം അകത്ത് വന്നൊരു ചായ ഇട്ടങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചില ദിവസങ്ങളിലൊരു ബുദ്ധിമുട്ട് തോന്നും, അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇന്ന് നല്ലൊരു നെത്തോലി കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം. കണ്ട് വച്ച് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. സൂപ്പർ ടേസ്റ്റി നെത്തോലി കറിയാണ്. അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അത് കണ്ടല്ല, ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു 10-15 ചെറിയ ഉള്ളിയും ആദ്യം നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചു. എന്നിട്ട് അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അത് വെളുത്തുള്ളിയുടെ കാര്യം വിടാക്കാൻ മറന്നുപോയി. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തു. 1.5 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം വശക്കിയതിന് ശേഷം അതിനെ ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ വീണ്ടും 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും ഉലുവയും കടുകും മുളകും എല്ലാം ഇട്ട് ചൂടാക്കിയ ശേഷം അതിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ടൊഴിച്ച് കൊടുത്തു. കൂട്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നെത്തോലി മീനിനെ അങ്ങോട്ട് വാരിയിട്ട് കൊടുത്തു. അടിപൊളിയെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. രാവിലെ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ. നല്ല സൂപ്പർ ടേസ്റ്റി മീൻ കറി അങ്ങനെ റെഡിയായി. ലാസ്റ്റ് ഒരു നുള്ള് പച്ച വെളിച്ചെണ്ണ, ഒരു നുള്ള് മാത്രം മതി, ഒഴിച്ചു അങ്ങ് വാങ്ങി കറിവേപ്പിലയൊക്കെ ഇട്ട് വാങ്ങി റെഡിയാക്കി അങ്ങ് വെച്ചു. അതിനുശേഷം ബാക്കി പരിപാടികൾ തുടങ്ങാം. അങ്ങനെ ചോറിനെയൊക്കെ ഒന്നുകൂടി എടുത്ത് അടുപ്പിൽ വെച്ചു. കുറച്ച് മരച്ചിനി ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ കുറച്ച് നെത്തോലി മീനൊന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടണം. പിന്നെ ഈ മരച്ചിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ചെറിയൊരു യാത്രയുണ്ട്, യാത്രയ്ക്ക് പോകണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ഫുൾ വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കാണണം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ സകല പരിപാടികളും ഇതിലുണ്ട്. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും, ഓരോരോ രീതികളാണ്. എല്ലാ ദിവസവും ഒന്നുപോലെ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണം. അങ്ങനെ ഞാൻ മരച്ചിനിയൊക്കെ കൊത്തിയിട്ടു. എന്നിട്ട് കുറച്ച് നെത്തോലി മീനൊന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടു. ഞാൻ ഇന്ന് വെറും ഇന്ന് വെച്ച നെത്തോലി കറിയും ഈ കപ്പയും മരിച്ചിനി, ഞങ്ങളുടെ നാട്ടിൽ മരിച്ചിനി എന്നാണ് പറയണേ, പല നാട്ടിൽ കപ്പ എന്നൊക്കെ പറയും, വേറെ പല പേരുകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങളുടെ നാട്ടിൽ പറയാൻ പറ്റാത്ത പേരുകളാണ്. അങ്ങനെ ഞാൻ കപ്പയും മീൻ കറിയാണെന്ന് കഴിച്ചത്. സൂപ്പർ ടേസ്റ്റി നെത്തോലി കറിയാണ് ഞാൻ പറയണത്. നിങ്ങളൊന്ന് വച്ച് നോക്കണം. വച്ച് നോക്കിയ ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം. അങ്ങനെ ഇന്നത്തെ അടുക്കള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു വിഭവസമൃദ്ധമായ സദ്യയൊന്നുമില്ല. ഞാനിന്ന് എന്തൊക്കെ വാട്ടിക്കൂട്ടിയൊക്കെ വച്ചു. പിന്നെ നെത്തോലി കറി ഒന്ന് അടിപൊളിയായിട്ട് വച്ചതുകൊണ്ട് ഞാൻ വേറെ ഒരു കറികളും വയ്ക്കാൻ പോയില്ല. ഇന്ന് അതിൽ തന്നെ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ ഞാൻ നെത്തോലിക്കറിയും മരിച്ചിനിയും കപ്പപ്പുഴുക്കുമായിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. സവാള ഇട്ടുണ്ടാക്കരുത്, ചെറിയ ഉള്ളി തന്നെ വേണം. അതുപോലെ തന്നെ വെളുത്തുള്ളി 5 കഷ്ണം ഇടുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമേ ഇടാവൂ, എങ്കിലും ടേസ്റ്റ്. ഇഞ്ചി കൂടിപ്പോയാൽ ഇഞ്ചിക്ക് ചുവയായിരിക്കും. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ ശേഷം മുറ്റമെല്ലാം കുളമായി കിടപ്പുണ്ട്. അപ്പോൾ മുറ്റത്തിനെയൊക്കെ ഒന്ന് ചെത്തി മിനുക്കി റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസം ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് മുറ്റമൊക്കെ ഒന്ന് കുളമായി, ചെറുതായിട്ടൊക്കെ പൊടിച്ച് റെഡിയായി വന്നു. എന്നാലും ഞാൻ ഇടയ്ക്ക് വന്നതിന് ശേഷമൊക്കെ പിഴുതിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് ചെത്തി മിനുക്കി റെഡിയാക്കി എടുക്കാമില്ലേ. മണ്ണും പെണ്ണും പിന്നെ മിനുക്കും തോറും മിനുങ്ങും എന്ന് പറയണത് പോലെ നമ്മളെ മുറ്റവും വീടുമൊക്കെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുമോ അത്രത്തോളം ഭംഗിയായിരിക്കും. ഇങ്ങനെ ഞാൻ ചെത്തി പറിക്കണ ജോലിയാണ്. എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ് അല്ലേ. നമ്മളെ വീട്ടിലുള്ള ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് അവർക്ക് കൊടുക്കണം 1000 രൂപ ശമ്പളം. അതിനേക്കാൾ ആ പൈസ നമ്മളെ കീശയിലിരിക്കും, നമുക്ക് അരി വാങ്ങിക്കാം ഇല്ലേ. നമുക്കങ്ങനെ ശമ്പളം കൊടുത്ത് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല. അങ്ങനെ ഞാൻ തന്നെയാണ് ഇതെല്ലാമൊക്കെ ചെയ്യണത്.
അങ്ങനെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോയ്ക്ക് ഇന്ന് അല്പം ലെങ്ത് കൂടുതലാണ്, എന്നാലും നിങ്ങളെല്ലാവരും കാണുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിന്ന് എല്ലാം ചെത്തിപ്പറിക്കുന്നില്ല കേട്ടോ. പകുതിയായപ്പോഴേക്കും എനിക്ക് മതിയായി. ഇനി ബാക്കി നാളെ. അങ്ങനെ പകുതി ഭാഗമൊക്കെ ഞാൻ ചെത്തിപ്പറിച്ച് റെഡിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. ഓണമല്ലേ, ഇനി 2 ദിവസം കഴിയുമ്പോൾ ഓണമാണ്. ഓണമാണെങ്കിലും ഓണം അല്ലെങ്കിലും ഞാനിതൊക്കെ ചെത്തിപ്പറക്കി എടുത്ത് മുറ്റമൊക്കെ എപ്പോഴും ക്ലീനാക്കിയിടും. എന്നാലും ഓണം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ചെത്തിപ്പറക്കിയൊക്കെ എടുത്ത് കണ്ട അത്രയും ഭാഗം ഞാൻ ചെയ്ത് കേട്ടോ. ബാക്കി ഇനി നാളത്തേക്ക് ഞങ്ങളുടെ വയ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പുളിച്ചിയും മാവും എന്തൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ ആത്തി അങ്ങനെയൊക്കെ കുറേ മരങ്ങളുണ്ട്. പേരയുണ്ട്, ആത്തിയുണ്ട്, പുളിച്ചിയുണ്ട്. ഇങ്ങനെ അതിൽ നിന്നൊക്കെ വീണ ഇലകളാണ് കേട്ടോ. എന്നും തൂക്കണതാണ്. എന്നാലും രാവിലെ എണീക്കുമ്പോൾ കുറേ കാണും. അങ്ങനെ അവരെ എല്ലാം പറക്കി ഒതുക്കി തൂത്ത് വാരി ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയായി. അതൊക്കെ കഴിഞ്ഞ ശേഷം കുളിച്ച് റെഡിയായ ഒരു ചായ കുടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ തൂത്ത് വാരി എല്ലാം കൊണ്ട് അപ്പുറത്തെ തെങ്ങിൻ്റെ മുട്ടിൽ തട്ടിയതിന് ശേഷം കുറച്ച് ചപ്പ് ചവറുകളെല്ലാം കൂടി വാരിയിട്ട് ഒന്ന് കൊതുകിന് വേണ്ടി ഒന്ന് പോച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. വൈകുന്നേരം ഒരു 4 മണി മുതലേ അങ്ങോട്ട് കൊതുക് വരാൻ തുടങ്ങും. കുറച്ചൊന്ന് പോയിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് പോച്ചു. എന്നിട്ട് അവിടെ കുറച്ച് വിറകുകളൊക്കെ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു മുറ്റത്ത്. അതിനെയൊക്കെ ചാക്കിനകത്താക്കി അകത്ത് കൊണ്ട് വച്ചു. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഒരു ദിൽഖുഷൊക്കെ കഴിക്കുകയാണ്. ദിൽഖുഷ് ഇന്ന് ഒരാൾ ഞങ്ങളെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ വല്യമ്മേരെ മോൻ വന്നിരുന്നു. അവൻ കൊണ്ടുവന്നതാണ്, കുഞ്ഞിനെ കാണാൻ വന്നതാണ്. അപ്പോൾ അതിനെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായപ്പലഹാരം. അങ്ങനെ ദിൽഖുഷും ചായയും കൂടി ഞങ്ങൾ 2 ആളും കഴിച്ചു. ഇതോടുകൂടി ഇന്നത്തെ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ലതികാസ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കല്ലേ. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.